ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഓണക്കാലത്ത് നമ്മളുടെ സദ്യയിൽ വിളമ്പാൻ പറ്റുന്ന ഒരു നല്ലൊരു അച്ചാറുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി അച്ചാറുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ പാവയ്ക്ക കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. പൊതുവേ പാവയ്ക്ക എല്ലാവർക്കും അത് ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പാവയ്ക്ക വെച്ചാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അമ്മയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പാവയ്ക്ക അച്ചാറിന് വേണ്ടിയിട്ട് 2 വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ചെറുതായിട്ടാണ് അരിയേണ്ടത്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിടിയോളം വെളുത്തുള്ളി, അതുപോലെ തന്നെ വലിയൊരു ഇഞ്ചി കഷ്ണം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി വെക്കുക. ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, നല്ലെണ്ണയിലല്ല. ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിപ്പോൾ 2 വലിയ പാവയ്ക്കയ്ക്ക് അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എല്ലാം എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് ഇടുക. നമ്മളൊരു സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കടുക് പൊട്ടട്ടെ. ഈ കടുക് ഇപ്പോൾ അത്യാവശ്യം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചതച്ചിടുക. ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പിടിയോളം, നമ്മുടെ കയ്യിൽ ഒരു പിടിയോളം വെളുത്തുള്ളി ഉണ്ട്. ആ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇടാം. ഇനി കറിവേപ്പില അതിൻ്റെ തണ്ടോടുകൂടെ ഇടാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് തണ്ടൊക്കെ ഇട്ടിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 സാധനം കൂടെ നമുക്ക് എണ്ണയിൽ കടന്നിട്ട് നന്നായി ഒന്ന് വഴറ്റുക. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചപ്പ് പോയിട്ട് നല്ലൊരു സ്മെല്ലാകുന്നവരെ നന്നായി ഒന്ന് വഴറ്റി. ഇനി നമ്മൾ ഇടേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മൾ ഇതിലിടുന്നത് 3 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ 2 കയ്പ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മളിവിടെ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിൽ കഴിക്കുക. ആ ഒരു മുളക് പൊടിയുടെ ആ ഒരു കുത്തലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് മുളക് പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഉലുവപ്പൊടിയാണ്. ഏതാണ്ട് ഒരു 1/2 സ്പൂണോളം ഉലുവപ്പൊടി ചേർക്കുക. 1/2 അല്ലെങ്കിൽ 1/4 നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചിട്ട്. എന്തായാലും ഒരുപാടൊന്നും എടുക്കരുത്, കായപ്പ് വരും. അപ്പോൾ നമ്മളൊരു ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉലുവപ്പൊടി എടുത്തിട്ടുള്ളൂ. അതും ഈ ഒരു മുളക് പൊടിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ പൊടികളൊക്കെ നന്നായി ഒന്ന് വഴറ്റി വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി നമ്മൾ ഉലുവപ്പൊടി ചേർത്ത് അത്ര തന്നെ കായപ്പൊടി ഇടുക. അപ്പോൾ നമുക്ക് ഈ ഒരു 3 പൊടിക്ക് പകരം നമുക്ക് അച്ചാർ പൊടി വേണമെങ്കിൽ ഡയറക്റ്റ് അത് മാത്രം യൂസ് ചെയ്താലും മതി. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടിലുള്ള പൊടികൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ പൊടികളൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വിനാഗിരി എടുത്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു 3/4 കപ്പോളം വിനാഗിരി ഉണ്ട്. നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ വിനാഗിരി ചേർത്തിട്ട്, വിനാഗിരി അല്ലെങ്കിൽ സുർക്കാന്ന് പറയും, നമ്മളിവിടെയൊക്കെ സുർക്കാന്നും പറയാറ്. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ എന്ത് ചെയ്യുക, അത് അത്യാവശ്യം എണ്ണയിലാകുമ്പോൾ ഒന്ന് വഴന്നിട്ടൊന്ന് സെറ്റാക്കി വയ്ക്കുക.
അച്ചാർപ്പൊടി അതിനേക്കാളും നല്ല ഇങ്ങനെയാണ്. നന്നായിട്ടൊന്ന് ആ ഒരു വിനാഗിരിയിൽ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് റെഡിയാക്കുക. നന്നായിട്ട് അതൊന്ന് ഇളക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പൊടിയുപ്പിനേക്കാളും ഒരു ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും കല്ലുപ്പാണ്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് യൂസ് ചെയ്യാൻ നോക്കുക, അല്ലാത്തവർക്ക് പൊടിയുപ്പ് യൂസ് ചെയ്യാം. കല്ലുപ്പ് നമ്മൾ ഓപ്ഷണലാണ്, നമ്മൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാതും കൂടെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു മസാല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അരപ്പ് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പാകം നോക്കിയിട്ട് ഉപ്പ് പാകം നോക്കിയിട്ടിടുക. നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പ് കറക്റ്റ് എത്രയാണ് നമുക്ക് വേണ്ടത് അനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വിനാഗിരി നമ്മൾ അച്ചാറിൽ ആവശ്യമുള്ള ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പാർന്നു കൊടുക്കുക. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയ്പ്പയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും ഈ അച്ചാർ ടേസ്റ്റ് ചെയ്ത് പോകും, ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുക, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പയ്ക്ക നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു വിനാഗിരിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 വലിയ കയ്പ്പയ്ക്കയാണ് ചെറുതായി അരിഞ്ഞ് അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളത്തിൽ അത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെള്ളം മതി, ഒരുപാട് വെള്ളം വയ്ക്കരുത്. ആ ഒരു വെള്ളത്തോടെ തന്നെയാണ് നമ്മൾ ഇട്ടത്. അതായത് അത്യാവശ്യം വെള്ളം ഇല്ലാതെയാണ് അത് വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ആ പാവയ്ക്ക് അതോടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ഇത് പാവയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പാവയ്ക്ക വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മസാലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ പാവയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളുടെ പാവയ്ക്ക അച്ചാർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് നിങ്ങൾക്ക് ഇലയിൽ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു അച്ചാറായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീണ്ടും സുർക്ക പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മൾ അതിൻ്റെ ഒരു വെള്ളം, നമുക്ക് അച്ചാറിലുള്ള വെള്ളം കുറച്ചും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുത്ത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിച്ചെടുക്കാവുന്നതാണ്.